ഞങ്ങൾ കണ്ണൂർ പോയത് ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാനാണ്. എന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഉണക്കം ഭാരതി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയത്. അവിടെ ഫസ്റ്റ് ഫുഡിനൊന്നും ഫോട്ടോ ഞാൻ എടുത്തില്ല. ഇടിയപ്പം മുട്ടക്കറിയും പിന്നെ ഇഡലിയും ചമ്മന്തിയും ഭയങ്കര അടിപൊളിയായിരുന്നു. തട്ടിഡലി പോലെയായിരുന്നു. അബ്ഡാത്ത് ജ്യൂസ് കോർണർ എന്ന് പറയുന്നത് ഞങ്ങൾ ബീച്ചിലോട്ട് പോകണം കഴിക്കാൻ. ജ്യൂസ് കോർണറിൽ നിന്ന് ഞങ്ങൾ ഉള്ളിവട പിന്നെ അതുപോലെ തന്നെ പപ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് സ്നാക്കായിട്ട് യൂസ് ചെയ്യുന്ന അതെല്ലാം വാങ്ങി ഞങ്ങൾ പോയി. അതായത് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ കഫേക്ക് പൂട്ടിയിട്ടായിരുന്നു. പക്ഷേ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. കണ്ണൂർ വരുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ അവിടെ എല്ലാം കുറച്ച് നേരം ചിൽ ചെയ്ത് കറങ്ങിയിട്ട് ഞങ്ങൾ ഇറങ്ങണം. ആർക്കൽ കൊട്ടാരം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ ഒരു തൊട്ടടുത്തായിട്ടൊരു മിൽമയുടെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അവിടെ കുറേ സ്നാക്സ് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അവിടെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ചിട്ട് നേരെ അവിടെ ഫ്രണ്ട് വീട്ടിലോട്ട് ഞങ്ങളുടെ ഫ്രണ്ട് അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് അവിടെ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചിക്കൻ ബിരിയാണി എല്ലാം കഴിഞ്ഞ് തൊട്ടടുത്തായിരുന്നു. ഫേമസ് ഷെഫ്ക്കാസ് കല്ലുമ്മക്കായ. ഞങ്ങളവിടെ കല്ലുമ്മക്കായ പക്ഷേ ഞങ്ങൾ കഴിച്ചില്ല. കാരണം വയറ് ഓൾറെഡി ഫുള്ളായിരുന്നു. ഞങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് വയറ് ഓൾറെഡി ഫുള്ളായിരുന്നു. ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ നേരെ അത് പാക്ക് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കഴിച്ചത്. മുൾപ്പിലങ്ങാടി ബീച്ചിൻ്റെ അടുത്തായിട്ടൊരു ഫേമസ് ടീ സ്റ്റോൾ ഉണ്ട്. അതിൻ്റെ പേര് പ്രീമേറ്റൻസ് കൃഷ്ണ ടീ സ്റ്റോൾ. അവിടെ നിന്ന് ഞങ്ങൾ ബീഫ് വരട്ടിയതും പൊറോട്ടയും ഞങ്ങൾ പാക്ക് ചെയ്തു. അതൊന്നും അപ്പോൾ കഴിച്ചില്ല. ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം കഴിച്ചത്. ബിക്കോസ് വയർ വാസ് സോ മച്ച് ഫുൾ. അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ് വാസ് വെരി ടേസ്റ്റി. അത് ഭയങ്കര യമ്മി ആയിരുന്നു. അങ്ങനെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കുറേ സ്പോട്ട്സ് ഉണ്ട്. കണ്ണൂർ ഞങ്ങളെല്ലാം ഇറങ്ങി എല്ലാ ഫുഡും കഴിച്ചു ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ.